കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ആരാധനയുടെ മധ്യത്തിൽ വീണ്ടും മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിച്ചേർക്കുന്നു. ആ ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹത്തിലേക്ക് ദൈവം നമ്മെ അടുപ്പിക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം തൻ്റെ നാളിൽ അതിനെ തികയ്ക്കും. ഹല്ലേലൂയ. നമ്മിൽ ദൈവം ആരംഭിച്ചിരിക്കുന്ന നല്ല പ്രവൃത്തി, നമ്മുടെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മിൽ ദൈവം ആരംഭിച്ചിരിക്കുന്ന നല്ല പ്രവൃത്തി, ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം നമ്മിൽ ആരംഭിച്ചിരിക്കുന്ന നല്ല പ്രവൃത്തി, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം നമ്മിൽ ആരംഭിച്ചിരിക്കുന്ന നല്ല പ്രവൃത്തി, തൻ്റെ നാളിൽ ദൈവം അത് തികയ്ക്കും. തൻ്റെ നാളിൽ എന്ന് ദൈവം പറയുന്നത് കർത്താവിൻ്റെ രഹസ്യ വരവിൽ മധ്യാകാശത്തിൽ തൻ്റെ പ്രവൃത്തി, നമ്മിൽ ആരംഭിച്ചിരിക്കുന്ന പ്രവൃത്തി ദൈവം തികയ്ക്കുന്നത് മധ്യാകാശത്തിലാണ്. മധ്യാകാശത്തിൽ ദൈവസഭയെ തന്നോടുകൂടെ എന്നേക്കുമായി നിത്യമായി ചേർക്കുന്ന ആ നല്ല പ്രവൃത്തി നമ്മിലും ദൈവം ആരംഭിച്ചിരിക്കുന്ന കൃപകളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അത് ദൈവം പൂർത്തീകരിക്കും. വിശ്വാസത്തിന്റെ നായകൻ കർത്താവാണ്, പൂർത്തി വരുത്തുന്നതും കർത്താവാണ്. നമ്മുടെ മുമ്പിൽ ഒരു നായകനുണ്ട്. ആ നായകൻ വിശ്വാസത്തിന്റെ നായകനാണ്. കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ ചില നന്മകൾ നമുക്ക് ലഭിക്കേണ്ടുന്നതിനെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരുന്ന നായകനല്ല. നമ്മെ വിളിച്ച വിളിയിലേക്ക് നമ്മെ എത്തിച്ചേർക്കുവാൻ തക്കവണ്ണം തടസ്സമായിരിക്കുന്ന സകല വിഷയങ്ങളെയും അതിജീവിപ്പാൻ, ലോകം, ജഡം, പാപം, പിശാച് എന്നിവ നമുക്കെതിരാണ്. അതിനെ അതിജീവിപ്പാൻ തക്കവണ്ണം, ആ പോർക്കളത്തിൽ നമുക്ക് ജയമെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തിന്റെ നായകൻ നമുക്ക് മുൻപിലുണ്ട്. നമ്മെ വിളിച്ച വിളിയിലേക്ക്, ആ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നത് കർത്താവാണ്. ആ കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ശ്രദ്ധയെ നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള ഒത്തിരി വിഷയങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് നാം സ്വീകരിച്ചിരിക്കുന്ന യേശു നമുക്ക് വേണ്ടി, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലനാണ്. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും നമ്മെ ശുശ്രൂഷിക്കുന്ന മഹാപുരോഹിതനുമായ യേശുവിൻ്റെ നമുക്ക് അടുക്കലേക്ക് കടന്നു പോകുവാനും, യേശുവിനെ സൂക്ഷ്മതയോടെ എന്നെ രക്ഷിപ്പാൻ പിതാവാ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ രക്ഷയുടെ വഴികളെ സൂക്ഷ്മതയോടെ അന്വേഷിപ്പാൻ, ശ്രദ്ധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തിൽ നമ്മൾ അന്തിമമായി ജനം തിന്നുവാനും കുടിപ്പാനും സന്തോഷിപ്പാനും ഒക്കെയുള്ള ആ ഒരു ഋതത്തിലേക്ക് പോകുമെന്ന് കർത്താവ് തന്നെ പ്രവചിച്ചിട്ടുണ്ട്. ഗ്ലോറി ടു ഗോഡ്. അന്ത്യകാലത്തിൽ എല്ലായിടങ്ങളിലും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള ആ ഒരു താല്പര്യത്തിലേക്ക് ജനം എന്ത് ചെയ്യും? കടന്നു പോകും. എന്നാലോ നമ്മുടെ വീണ്ടെടുപ്പിന്റെ നാളുകൾ അടുത്തിരിക്കുന്നു എന്ന് തലകൾ ഉയർത്തി നോക്കുമ്പോൾ അത് തിരിച്ചറിയുന്നവർ ആ ഒരുക്കം അവരുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടുന്ന ആവശ്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടണമെങ്കിൽ ഒരുക്കം വളരെ പ്രധാനമാണ്. ആ ഒരുക്കത്തിലേക്ക് ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് കർത്താവ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. അന്ത്യനാളുകളിൽ ജനം തിന്നുവാനും കുടിപ്പാനും ആനന്ദിപ്പാനും ഒക്കെ ഉള്ള ആ ഒരു താല്പര്യത്തിൽ ദൈവപ്രിയരല്ലാതെ ഭോഗപ്രിയരായി മാറുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ അങ്ങനെ ആകരുത്. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. 32-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത്, ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. ദൈവം നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട്.
എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടല്ല വരാൻ. അതൊക്കെയും ദൈവത്തെ അന്വേഷിക്കുന്ന ഒത്തിരി ജനം ഈ ലോകത്തിലുണ്ട്. സത്യദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട്, ദൈവം അല്ലാത്തതിനെ ദൈവമെന്ന് സങ്കല്പിച്ച് ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരും ദൈവസന്നിധിയിൽ പോകുന്നത് എന്തിനു വേണ്ടി പോകുന്നു എന്ന് 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഈ വക ഒക്കെയും ജാതികളാണ് എന്ത് ചെയ്യുന്നത്? അന്വേഷിക്കുന്നത്. ഏത് വക ഒക്കെയും, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നുള്ള കാര്യങ്ങൾ അവർ ആരാധിക്കുന്ന ദൈവസന്നിധിയിൽ പോകുമ്പോൾ അവർ അന്വേഷിക്കുന്നത് അതാണ്. എന്നാലോ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ, ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ജാതികളായിരിക്കുന്നവർ അവരുടെ ദൈവത്തോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആവശ്യപ്പെടരുത് എന്നാണ് ഈ വചനത്തിൽ നിന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 25-ാമത്തെ വാക്യം ഒന്നുകൂടെ ചിന്തിക്കാം. എന്ത് തിന്നും, എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ട്, എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ഇവിടെ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തെക്കാൾ വലിയതെന്താണ്? ശരീരമാണ്. ശരീരം നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം എന്ത് പ്രധാനമാണ്. അപ്പോ വസ്ത്രവും ഭക്ഷണത്തെയും കുറിച്ചുകൂടെ പറയുന്നു അല്ലെ. ശരീരത്തിൽ ധരിക്കുവാൻ എന്ത് വേണം? വസ്ത്രം വേണം. ശരീരത്തിന്റെ നിലനിൽപ്പിന് എന്ത് വേണം? ഭക്ഷണം വേണം. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് ആഹാരത്തെക്കാൾ വലിയതെന്നാണ് ജീവൻ. ഇവിടെ പറയുന്ന ജീവൻ എന്ത് ജീവനാണ്? ആത്മാവാണ്. ഹല്ലേലൂയ. വസ്ത്രത്തെക്കാൾ വലിയത് ശരീരവും ഭക്ഷണത്തെക്കാൾ വലിയത് ജീവനും ആത്മാവുമാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ആയിരിക്കണം നിങ്ങൾ ദൈവസന്നിധിയിൽ വരാൻ? ജീവന് വേണ്ടിയിട്ടായിരിക്കണം എന്ത് ചെയ്യാൻ? വരാൻ. കർത്താവ് അതിന്റെ വ്യത്യാസത്തെ മനസ്സിലാക്കി തരികയാണ്. ഹല്ലേലൂയ. ഉടുപ്പിനേക്കാൾ വലുതെന്നാണ് നമ്മുടെ ശരീരമാണ്. ഉടുപ്പ്, വസ്ത്രം എന്ത് ചെയ്യും? ദ്രവിച്ചു പോകും. ശരീരവും എന്ത് ചെയ്യും? ദ്രവിച്ചു പോകും. ഇത് രണ്ടും ദ്രവിച്ചു പോകുന്നു. കഴിക്കുന്ന ഭക്ഷണവും എന്ത് ചെയ്യും? ദ്രവിച്ചു പോകും. പക്ഷെ ദ്രവിച്ചു പോകാത്ത ഒന്നാണ് നമ്മുടെ ഉള്ളിൽ ദൈവമാക്കി വച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ശ്വാസം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുന്നു, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യരുത്? അന്വേഷിച്ച് നടക്കരുത്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിൻ്റെ നിത്യരക്ഷയെക്കുറിച്ച് നിങ്ങൾ ദൈവസന്നിധിയിൽ അന്വേഷിക്കുന്നവരാകണം. അത് വെച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്താൽ ഭൂരിഭാഗം ആൾക്കാർക്കും താല്പര്യം എന്താണ്? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നത്? വരുന്നതും പ്രാർത്ഥിക്കുന്നതും. ചുരുക്കി പറഞ്ഞാൽ ഭൗമികമായ നന്മകൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാനാണ് ജനത്തിന് എന്ത് താല്പര്യം. കർത്താവ് അത് വേണ്ട എന്ന് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ പിതാവിന് അറിയാം. പക്ഷെ നിങ്ങൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ജീവൻ പ്രാപിക്കേണ്ടുന്നതിന് എന്ത് ചെയ്യണം? നിങ്ങൾ വരണം എന്നവിടെ ഓർപ്പിക്കുന്നു. മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ വായിക്കുന്നത്, തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. കർത്താവ് ചില വചനങ്ങൾ പറയുമ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അതിൻ്റെ വെളിച്ചം എന്ത് ചെയ്യണം? നമുക്ക് തരണം. ഇവിടെ കർത്താവ് ഇവിടെ പറഞ്ഞ് തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. മനുഷ്യന് ദൈവം ഹല്ലേലൂയ ഒരായുസ് എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ കൊടുക്കുന്നു. നോഹയുടെ കാലഘട്ടത്തിന് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യന് 100 കണക്കിന് വർഷങ്ങൾ ജീവിക്കാനുള്ള ആയുസ് ഉണ്ടായിരുന്നു. എന്നാൽ നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയത്തിന് അനന്തരം നമ്മൾ വചനം വായിക്കുമ്പോൾ മനുഷ്യന്റെ ആയുസ് ദൈവം 120 വയസ്സായിട്ട് കുറച്ചു എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി കാണുന്നു. സങ്കീർത്തന ഭാഗങ്ങൾ വരുമ്പോൾ വീണ്ടും സങ്കീർത്തനക്കാരൻ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ദൈവം കുറച്ചത് 120 വയസ്സ് വരെ മനുഷ്യന് ആയുസ് എന്ത് ചെയ്തു? കൊടുത്തു. എന്നാലോ സങ്കീർത്തനക്കാരൻ പറയുന്നത് 70 ഏറെയായാൽ 80. അപ്പോൾ ആ കാലഘട്ടം മനുഷ്യന് ലഭിക്കുമ്പോൾ ഇവിടെ ഈ വാക്യം പറയും, തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ. ഈ അല്പായുസ് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, തൻ്റെ സുഖസൗകര്യങ്ങൾ അനുസരിച്ച് തൻ്റെ ഭൗമികമായ ജീവിതത്തെ
ഈ ലോകത്തിൽ കണ്ടെത്തിയവൻ തൻ്റെ ആത്മാവിനെ കളയുമെന്നാണ് അവിടെ കർത്താവ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം മോഹങ്ങളും ഒക്കെ അനുസരിച്ച് ലഭിച്ചിരിക്കുന്ന ചുരുങ്ങിയ കാലഘട്ടം ജീവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ നിത്യ നാശത്തിലേക്ക് അവൻ കളയും. ഗ്ലോറി ടു ഗോഡ്. അടുത്ത് പറയുന്നത് എന്താണ്? എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഉപേക്ഷണ നിമിത്തം നമ്മുടെ ആത്മാവിനെ നിത്യജീവന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കണ്ടെത്തുവാൻ കഴിയും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ വായിച്ച മത്തായി 6-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ഗ്ലോറി ടു ഗോഡ്. ഈ ഉടുപ്പായാലും ശരീരമായാലും ദ്രവത്വത്തിലേക്ക് എന്ത് ചെയ്യും? പോകും. ദ്രവത്വത്തിൽ പോകാത്ത ഒന്നുണ്ട്, ആത്മാവ്. ആ ആത്മാവിനെ നിത്യതയ്ക്ക് വേണ്ടി കണ്ടെത്തിയവൻ അതിനെന്ത് ചെയ്യും? നേടും. ഈ ലോകത്തിൽ ലഭിച്ചിരിക്കുന്ന ചുരുങ്ങിയ കാലഘട്ടം തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ മോഹങ്ങൾക്കൊത്തവണ്ണമാണ് ജീവിക്കാൻ അവൻ ജീവിതത്തെ കൊടുക്കുന്നതെങ്കിൽ അവൻ്റെ ആത്മാവിനെ അവൻ എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെയും ഇതേ വാക്യമാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. 12-ാമത്തെ അധ്യായം യോഹന്നാൻ 12-ന്റെ 25-ാമത്തെ വാക്യം, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ലോക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ ജീവൻ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എന്ത് കാര്യം ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള വെമ്പലും അതിൻ്റെ ഓട്ടവുമാണ് ലോകത്തിൽ നമ്മൾ കാണുന്നത്. ഓരോ മനുഷ്യനും അവൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവനോട് പറയുന്നതനുസരിച്ച് അത് നിവർത്തിച്ച് കൊടുക്കുവാൻ, അവൻ്റെ ആഗ്രഹങ്ങൾ മോഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അവനിൽ തന്നെ നിവർത്തിച്ചു കൊടുക്കുവാനുള്ള നെട്ടോട്ടമാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത് ഇന്ന് കാണുന്നത്. കാരണം എന്താണ്? അവൻ മറ്റെന്തിനേക്കാട്ടിലും അവനെ തന്നെ എന്ത് ചെയ്യണം? സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞാലും ആ കാര്യം നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അവൻ ഇങ്ങനെ ഓടുകയാണ്. തൻ്റെ ജീവനെ അവൻ എന്ത് ചെയ്യുന്നു? തന്നെ അവൻ അധികമായിട്ട് എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ എന്ത് പറഞ്ഞാലും അവനെ ചെയ്തു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ന് അവൻ. അതാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. അങ്ങനെ ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് താൻ പറയുന്ന കാര്യങ്ങളെല്ലാം തനിക്ക് നിവർത്തിച്ചു കൊടുക്കേണ്ടുന്നതിന് നെട്ട ഓട്ടം ഓടുന്നവൻ ഒടുവിൽ ഈ ദ്രവത്വമുള്ള ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറ്റപ്പെടുന്ന സമയം അവൻ നിത്യരക്ഷ അവൻ കണ്ടെത്തിയില്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് അവൻ നശിച്ചു പോകും. അതാണ് കർത്താവ് പറഞ്ഞത്, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. എവിടെ കളയും? നിത്യ നരകത്തിലേക്ക് അവൻ്റെ ആത്മാവ് മാറ്റപ്പെടും. തൊട്ടടുത്ത് പറയുന്നത് എന്താണ്? ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അപ്പം ആത്മാവിനെ നിത്യജീവന് വേണ്ടി എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഗ്ലോറി ടു ഗോഡ്. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ആത്മാവിനെ നിത്യജീവന് വേണ്ടിയിട്ടാണോ ഞാൻ സൂക്ഷിക്കുന്നത്? ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മാവിനെ നിത്യജീവന് വേണ്ടിയിട്ടാണോ സൂക്ഷിക്കുന്നത്? യേശു അവിടെ വിളിച്ചു പറയുക, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ ആ ജീവനെ അവൻ നിത്യജീവന് വേണ്ടി എന്ത് ചെയ്യാണ്? സൂക്ഷിച്ചിരിക്കുകയാണ്. അതാണ് അടയാളം. നിത്യജീവന് വേണ്ടി തൻ്റെ ആത്മാവിനെ സൂക്ഷിക്കുന്നവന് തൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങൾക്കും ഒത്തോണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവന് ജീവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. തൻ്റെ ജീവനെ ഈ ലോകത്തിൽ കണ്ടെത്തിയവൻ അതിനെ കളയുന്നതാണ്. നിത്യജീവന് വേണ്ടി തൻ്റെ ജീവനെ സൂക്ഷിക്കുന്നവൻ ഈ ലോകത്തിലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും മോഹങ്ങളും അവൻ എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. രണ്ടും ഘടകവിരുദ്ധമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ജീവനെ കണ്ടെത്തിയവൻ അവന്റെ ജീവനെ നിത്യനരകത്തിൽ കളയും. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിലൂടെ അവന്റെ ആത്മാവിന്റെ നിത്യരക്ഷ, നിത്യമായ മോക്ഷം കണ്ടെത്തിയിരിക്കുന്നവൻ ഹല്ലേലൂയ കർത്താവിന്റെ വചനത്തിലൂടെ അവൻ അവന്റെ ജീവിതത്തെ എന്ത് ചെയ്യും?
ക്രമപ്പെടുത്തും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില സമയങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങളിലൂടെ, ആത്മീയമായ കാര്യങ്ങളായിരുന്നാൽ തന്നെയും, പെട്ടെന്നൊരു ഉത്തേജനം ഉണ്ടായ ഒരു സ്തുതി സ്തോത്രവും ആരാധനയും ഹല്ലേലൂയയും പറയുന്നതിനേക്കാൾ വളരെ പ്രാധാന്യമാണ് ദൈവം നമുക്ക് നൽകുന്ന സമയം. നമ്മൾ നമ്മെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ, വചനത്തിലൂടെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ അത് അധിക ദൂരത്തിലേക്ക് പോകും. മറ്റത് വെറും ഒരു ഇളക്കപ്പെരുപ്പമായി മാത്രമിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ആരാധനാലയങ്ങളിലുള്ള ഇളക്കപ്പെരുപ്പങ്ങളൊന്നും തന്നെ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല, കാണാത്തതിൻ്റെ കാരണം അതാണ്. ആൾക്കാർക്ക് താല്പര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള മെറ്റീരിയൽ ബ്ലെസ്സിങ്സിൻ്റെ പ്രോമിസസുകൾ കേട്ടുകൊണ്ട് താൽക്കാലികമായിട്ട് ഒരു സന്തോഷം എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നു, ഒരു ഇളക്കപ്പെരുപ്പും എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് അവർക്ക് നിത്യജീവനിലേക്ക് അവരുടെ കാഴ്ചപ്പാടുകളെ ഡിസിപ്ലിൻ ചെയ്തു കൊണ്ടുപോകാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. എപ്പോഴും നമ്മുടെ വിശ്വാസം ബഹുദൂരം നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ, ഇളക്കപ്പെരുപ്പം കൊണ്ട് നമുക്ക് ക്രിസ്തീയ ജീവിതം മുമ്പിലോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. നമ്മൾ ദൈവവചനത്തിൽ നമ്മെ തന്നെ നിത്യജീവന് വേണ്ടി നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുൻപിലോട്ട് പോകും. ജീവന്റെ മാർഗം ഞാൻ നിനക്ക് കാണിച്ചു തരും, ദൈവം കാണിച്ചു തരണം. ഗ്ലോറി ടു ഗോഡ്. അവിടെ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ദൈവത്തിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള താല്പര്യമായിരിക്കണം ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടിയത്. 5000 പേരും അപ്പം തിന്ന് തൃപ്തിപ്പെട്ടവരാണ്. 5 അപ്പത്തെ വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും ഭക്ഷിച്ച് തൃപ്തിപ്പെട്ടവരാണ്. പക്ഷെ കർത്താവ് ജീവന്റെ മൊഴികൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിൽ ഒരു വ്യക്തി പോലും അവശേഷിക്കാതെ വണ്ണം അവർ പിരിഞ്ഞുപോയി. ശേഷിച്ചിരുന്നവർ ശിഷ്യന്മാർ മാത്രമാണ്. കർത്താവെ, ഞങ്ങൾക്കും ശിഷ്യന്മാരുടെ ചെവി എന്ത് ചെയ്യണമേ, തരണമേ. കാരണം ജീവന്റെ മൊഴികൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, 5000 പേർ അവർ ദൈവം വാഴ്ത്തിയ ആ 5 അപ്പത്തെ അവർ വായി കൊണ്ട് ഭക്ഷിച്ചു. പക്ഷെ ശിഷ്യന്മാർ ആഗ്രഹിക്കുന്നത് വായി കൊണ്ട് ഭക്ഷിക്കുന്ന കാര്യമല്ല. ശിഷ്യന്മാർ ആഗ്രഹിച്ചത് അവന്റെ ശബ്ദം ചെവിയിലൂടെ കേൾക്കുവാൻ, വചനം കേൾക്കുവാൻ വരുന്നതും അല്ലെ ഭൗമികമായ നന്മകൾ ഉൾക്കൊള്ളുവാനുള്ള ദാഹത്തിൽ വരുന്നതും വ്യത്യാസം. ഹല്ലേലൂയ. അവന്റെ ശബ്ദം കേൾക്കുവാനുള്ള വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. ലുദിയയുടെ ഹൃദയത്തെ കർത്താവ് എന്ത് ചെയ്തു? തുറന്നു കൊടുത്തു. കൊർന്നല്യോസിന്റെ ഹൃദയത്തെ കർത്താവ് എന്ത് ചെയ്തു? തുറന്നു കൊടുത്തു. കർത്താവിന്റെ ശബ്ദങ്ങൾ കേൾക്കുവാൻ ശിഷ്യന്മാരുടെ ചെവി നമുക്ക് കർത്താവ് എന്ത് ചെയ്യട്ടെ? നമുക്ക് തരട്ടെ. നിത്യജീവന്റെ മൊഴികൾ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നിത്യ നരകത്തിലേക്ക് അവൻ കളയുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഗ്ലോറി ടു ഗോഡ്. എന്നിട്ട് കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്നത് എന്താണ്? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. നിത്യജീവന് വേണ്ടി ജീവനെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരടയാളം കാണും. ആ അടയാളം എന്ന് പറയുന്നത് കർത്താവിനെ ആ വ്യക്തി എന്ത് ചെയ്യും? അനുഗമിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇളക്കപ്പെരുപ്പത്തിലുള്ള ഒരു ആരാധനയല്ല അവിടെ ഉണ്ടാകുന്നത്. കർത്താവിനെ അനുഗമിക്കുന്ന ഒരനുഭവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ഉണ്ടാകും. കാരണം അവൻ സന്തോഷം കാണുന്നത് കർത്താവിനെ അനുഗമിക്കുന്നതിലൂടെയുള്ള സന്തോഷമാണ്. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് അതാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. കർത്താവിനെ അനുഗമിക്കുന്നതാണ് എന്ത്? ശുശ്രൂഷ പോലും. കാരണം കർത്താവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ അവനിലൂടെ കർത്താവിന് ചെയ്യാനുള്ള കാര്യം കർത്താവ് എന്ത് ചെയ്തോളും. നമ്മൾ എന്തുമാത്രം ചെയ്താൽ മതി? കർത്താവിനെ അനുഗമിച്ചാൽ മാത്രം മതി. നമ്മിൽ പ്രവർത്തിക്കാനുള്ള കാര്യം ആര് പ്രവർത്തിച്ചോളും? ദൈവം പ്രവർത്തിച്ചോളും. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തെ ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം എന്നിലൂടെ എന്ത് ചെയ്യും? കർത്താവ് ചെയ്യുന്നതാണ് ശുശ്രൂഷ. കർത്താവിടെ വെളിപ്പെടുത്തുന്നു. ഇന്ന് പലപ്പോഴും പലർക്കും കർത്താവിനെ അനുഗമിപ്പാൻ എന്തില്ല?
സമയമില്ല. ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക്കാർക്ക് പോലും കർത്താവിനെ അനുഗമിപ്പാൻ എന്തില്ല? സമയമില്ല. കർത്താവിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ എന്തില്ല? സമയമില്ല. കർത്താവിൽ നിന്ന് കേൾക്കുവാൻ എന്ത് ചെയ്യുന്നില്ല? സമയമില്ല. കർത്താവിന്റെ വഴിയിലൂടെ നടക്കുവാൻ ഒട്ടും സമയം എന്ത് ചെയ്യുന്നില്ല? ലഭിക്കുന്നില്ല. കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഇവരെന്ത് ചെയ്യുന്നത്? താല്പര്യപ്പെടുന്നത്. ശുദ്ധ മണ്ടത്തരമാണ്. കർത്താവിനെ ശിഷ്യന്മാർ കർത്താവിനെ എന്ത് ചെയ്യണം? അനുഗമിക്കണം. ഗ്ലോറി ടു ഗോഡ്. തന്റെ ജീവനെ പകയ്ക്കുന്നവന് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ? അനുഗമിപ്പാൻ കഴിയൂ. സകലത്തെയും പകയ്ക്കുന്നവനെ അനുഗമിപ്പാൻ കഴിയൂ. തന്നെയും ത്യജിച്ചുകൊണ്ടേ കർത്താവിനെ അനുഗമിപ്പാൻ കഴിയൂ. തന്റെ ക്രൂശ് എടുത്തുകൊണ്ടേ കർത്താവിനെ എന്ത് ചെയ്യാൻ പറ്റൂ? അനുഗമിപ്പാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പൊ കർത്താവ് ഇവിടെ പറയുന്നു, ഹല്ലേലൂയ, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ എന്ത് ചെയ്യട്ടെ? അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരന് ഇരിക്കും. എന്തോ ഒരു പദവിയാണ്. നിത്യമായ സ്വർഗത്തിൽ കർത്താവ് ഇരിക്കുമ്പോൾ അവിടെ കർത്താവിനോട് കൂടെ ഇരിക്കുമെന്നല്ല ആശയം. അതും നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യും? നിവൃത്തിയാക്കും. പക്ഷേ കർത്താവ് ഭൂമിയിൽ എന്ത് ചെയ്യുന്നു? ആയിരിക്കുന്നു. ഹല്ലേലൂയ. എവിടെയാണ് കർത്താവ് ഭൂമിയിലായിരിക്കുന്നത്? കർത്താവിന്റെ സഭയിൽ. ഞാൻ എൻ്റെ സഭയെ എന്ത് ചെയ്യും? പണിയും. ഞാൻ അവിടെ ഉണ്ട്, കർത്താവ് അവിടെ ഉണ്ട്. 2-3 പേർ കൂടി വരുന്നവരുടെ മധ്യത്തിൽ കർത്താവുണ്ട്. അപ്പോൾ കർത്താവിനെ അനുഗമിക്കുന്നവർ കർത്താവ് ഇരിക്കുന്ന ഇടത്ത് കാണും. കർത്താവിനെ അനുഗമിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവെന്താണ്? യേശു ഉള്ളിടത്ത് അനുഗമിക്കുന്നവർ കാണും. യേശു എവിടെ പ്രവർത്തിക്കുന്നു? ദൈവസഭയിൽ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവ്. ദൈവിക ഉപദേശങ്ങളിൽ, പ്രമാണങ്ങളിലും ചട്ടങ്ങളിലും ദൈവം നൽകുന്ന കൃപകളിലും ആത്മാവിന്റെ ഫലം ദൈവം വെളിപ്പെടുത്തുമ്പോൾ അവിടെ ദൈവം എന്ത് ചെയ്യുന്നു? ആയിരിക്കുന്നു. ഇമ്മാനുവേലായി ദൈവമായിരിക്കുന്നു. അപ്പോ കർത്താവിനെ അനുഗമിക്കുന്നവർ എവിടെ കാണും? കർത്താവ് ഇരിക്കുന്നിടത്ത് കാണും. ഗ്ലോറി ടു ഗോഡ്. അതാണ് അതിനുള്ള അടയാളം. എന്തൊരു ഭാഗ്യപര പദവിയാണ്. ഈ ലോകത്തിലും നമുക്ക് ദൈവത്തോടു കൂടെ ആയിരിക്കാൻ അവൻ ഇമ്മാനുവേലായ ദൈവം. ദൈവം നമ്മോട് കൂടെ, നമ്മളോട് കൂടെ ഇറങ്ങി വരുന്നവനായ ദൈവം. ഹല്ലേലൂയ. നമ്മോട് കൂടെ ഇരിക്കുന്നവനായ ദൈവം. അവനോട് കൂടെ ആയിരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴോ തന്നോട് കൂടെ എന്നേക്കുമായി ആയിരിക്കാൻ ദൈവം നമ്മുടെ ജീവിതങ്ങൾ എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് മറ്റെന്തിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായിരിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ നിത്യരക്ഷയാണ്. ഗ്ലോറി ടു ഗോഡ്. ബാക്കിയെല്ലാം ദ്രവത്വത്തിലേക്ക് എന്ത് ചെയ്യും? പോകും. പത്രോസും ലേഖനം എഴുതുമ്പോൾ അവിടെ ഓർപ്പിക്കുന്നു, ഈ കാണുന്നതെല്ലാം എന്ത് ചെയ്യും? നശിച്ചു പോകും, കത്തിയഴിയും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. കർത്താവ് 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് അങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. ഒത്തിരി ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ലോകാവസാനത്തിങ്കൽ എല്ലാം എന്ത് ചെയ്യും? കത്തിയഴിയും. കർത്താവിന്റെ രഹസ്യ വരവിൽ സംഭവിക്കുന്ന കാര്യമല്ല. രഹസ്യ വരവിനനന്തരം വീണ്ടും ഭൂമിയിൽ കർത്താവ് 1000 വർഷം എന്ത് ചെയ്യുന്നു? 1000 ആണ്ട് വാഴ്ച നടത്തുന്നു. അതിനും അപ്പുറം ആണ് മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുന്ന അനുഭവം ഉണ്ടാകും. ഇതെല്ലാം തീക്കായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം, മണവാട്ടി സഭ. ഹല്ലേലൂയ. ദൈവവും മനുഷ്യനും തമ്മിൽ ഇഴുകിച്ചേർന്നുകൊണ്ട് ഹല്ലേലൂയ നിത്യതയിൽ എന്നേക്കുമായി വാസം ചെയ്യുന്ന ഇതാ ദൈവവും ദൈവത്തിന്റെ മക്കളും എന്നുള്ള ആ അനുഭവം, നിത്യമായ കൂടാരം, നിത്യമായ ഭവനം, സിയോൻ. ഹല്ലേലൂയ. ആ സിയോൻ പുത്രികളായി ദൈവത്തിന്റെ മണവാട്ടി സഭ കർത്താവിന്റെ സന്നിധിയിൽ എന്നേക്കുമായിട്ട് എന്ത് ചെയ്യുന്നു? ചേർക്കപ്പെടുന്ന അനുഭവം അവിടെയാണ് സംഭവിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദ്രവത്വമുള്ള ദാസ്യത്തിൽ നിന്ന് ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം ലഭിക്കുമെന്നുള്ള കാര്യം പ്രകൃതിക്ക് പോലും അറിയാമെന്ന് ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നു? നമ്മെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യം വരുമ്പോൾ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന ഒരു തേജസ്സുണ്ട്. നമ്മിൽ രക്ഷയുടെ തേജസ് വെളിപ്പെട്ടു, ശുദ്ധീകരണത്തിന്റെ തേജസ്
വെളിപ്പെട്ടു. ഹല്ലേലൂയ. നീതീകരണത്തിന്റെ തേജസ് വെളിപ്പെട്ടു. വീണ്ടെടുപ്പിന്റെ തേജസ് ഇനിയും വരാൻ പോകുന്നതാണ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. നാം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവ് മറുരൂപ മലയിൽ തേജസ്കരിക്കപ്പെട്ടതുപോലെ തേജസ്കരിക്കപ്പെടും. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുന്നു എങ്കിൽ കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചതുപോലെ നാമും പുനരുദ്ധാനം പ്രാപിക്കും. വരുവാനുള്ള തേജസ്, വെളിപ്പെടുവാനുള്ള ആ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യന്റെ തേജസ് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ തേജസ്സാണ് എന്ത് ചെയ്തത്? നഷ്ടപ്പെട്ടു പോയത്. ആത്മാവിന്റെ തേജസ് എന്ന് പറയുന്നത് പുത്രത്വം എന്നുള്ള അവകാശത്തിന്റെ തേജസ്സാണ്. ആ പുത്രത്വമാണ് ഏദൻ തോട്ടത്തിൽ എന്ത് ചെയ്തേ? നഷ്ടപ്പെട്ടു പോയത്. ആ നഷ്ടപ്പെട്ടു പോയ പുത്രത്വത്തിന്റെ തേജസ്സാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്ന, മടക്കി നൽകിയിരിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നാം അബ്ബാ പിതാവേ എന്ന് വീണ്ടും വിളിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നാം പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. ഇത് ആർക്കറിയാം? സൃഷ്ടിക്കറിയാം. ഏദൻ തോട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതും ആർക്കറിയാം? സൃഷ്ടിക്കറിയാം. ഇനി വീണ്ടും ആ തേജസ്സിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്യും? എത്തിച്ചേരും എന്നുള്ള കാര്യവും സൃഷ്ടിക്കറിയാം. ഗ്ലോറി ടു ഗോഡ്. അതാണ് ഇവിടെ വായിക്കുന്നത്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഇതെന്ന് സംഭവിക്കും? ദൈവപുത്രനായ ക്രിസ്തുവിന്റെ രഹസ്യവരവിൽ മധ്യാകാശത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അത് എന്നാണെന്ന് സൃഷ്ടിക്ക് അറിയത്തില്ല. അതുകൊണ്ട് സൃഷ്ടി എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ദൈവമക്കൾക്ക് ഈ കാത്തിരിപ്പെങ്കിലും ഉണ്ടോ? സൃഷ്ടി കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവമക്കളുടെ തേജസ്. ഗ്ലോറി ടു ഗോഡ്. അതുപോലെ തന്നെ എന്താണ്? എല്ലാം കറപ്റ്റഡ് ആയപ്പോൾ, പാപനിമിത്തം കറപ്റ്റഡ് ആയപ്പോൾ, പ്രകൃതി പോലും കറപ്റ്റഡ് ആയി പോയപ്പോൾ, ദൈവമക്കളുടെ തേജസ് പ്രാപിക്കുമ്പോൾ സൃഷ്ടിക്കും ഒരു പുതുക്കം എന്ത് ചെയ്യും? ഉണ്ടാകും. 1000 ആണ്ട് വാഴ്ച സമയത്തിൽ ദൈവം ഭൂമിയെ വീണ്ടും എന്ത് ചെയ്യും? ഒന്നുകൂടി റെസ്റ്റോർ ചെയ്തെടുക്കും. ഗ്ലോറി ടു ഗോഡ്. അതിനുവേണ്ടി ദൈവമക്കളുടെ തേജസ്സും സൃഷ്ടിയുടെ പുതുക്കവും എന്ത് ചെയ്യുന്നു? സൃഷ്ടി ആഗ്രഹിക്കുന്നു. കണ്ടോ? അതാണ് അവിടെ പറയുന്നത്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ, ഈ വെളിപ്പാട് എവിടെ സംഭവിക്കും? മധ്യാകാശത്ത്, കർത്താവിന്റെ രഹസ്യ വരവിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്നിട്ട് പറയും 20-ാം വാക്യം, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ ഈ മായയ്ക്ക് എന്ത് ചെയ്തിരിക്കുന്നു? കീഴ്പ്പെട്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. സൃഷ്ടി പോലും എന്ത് ചെയ്യുന്നു? ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്ന്, ഈ ദ്രവത്വമുള്ള ദാസ്യത്തിൽ നിന്ന് ദ്രവത്വമില്ലാത്ത നിത്യസ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് സൃഷ്ടിക്ക് പോലും ബോധ്യമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ടാണ് അഭിഷിക്തന്മാരായിട്ടുള്ള കർത്താവിന്റെ ദാസന്മാരെ നമുക്കറിയാം, യോശുവ അല്ലെ സൃഷ്ടിയോട് എന്ത് ചെയ്തു? കൽപ്പിച്ചു. സൂര്യൻ എന്ത് ചെയ്തു? ആ ശബ്ദം കേട്ടു. ആമേൻ. ഏലിയാവ് എന്ത് ചെയ്തു? സൃഷ്ടിയോട് കൽപ്പിച്ചു. ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ എന്ത് ചെയ്യരുത് മഴ. സൃഷ്ടി കേട്ടുവോ? ദൈവമക്കളെ സൃഷ്ടിക്കറിയാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദുഷ്ട അന്ധകാര ശക്തികൾക്കും ദൈവമക്കളെ അറിയാം. കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? അതനുസരിക്കും. ഈ മഹാഭാഗ്യ പദവിയിലേക്ക് ജനത്തിന് എത്തിച്ചേരുവാൻ പിശാച് പലപ്പോഴും എന്ത് ചെയ്യുന്നു? തടയുന്നു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്കൊരുക്കിയിരിക്കുന്ന നിത്യരക്ഷാ പദ്ധതിയെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി നൽകണം. ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷാ പദ്ധതികൾ നമുക്ക് കാണുവാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകണം. നീതീകരണത്തിലൂടെ നിത്യജീവൻ ലഭിക്കേണ്ടുന്നതിന് നമുക്ക് യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന നീതീകരണത്തിന്റെ വശങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി നൽകണം. ഹല്ലേലൂയ. അതിലൂടെയാണ് നമുക്ക് ആത്മാവിൽ ആ വിശ്വാസത്തിന്റെ നങ്കൂരം നമുക്ക് എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. ഗ്ലോറി ടു ഗോഡ്. അത് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് നിത്യസ്വർഗത്തിലേക്ക് നമ്മുടെ ആത്മാവിന് എത്തിച്ചേരാൻ കഴിയും എന്ന് യേശുക്രിസ്തുവിലൂടെയുള്ള
ആ വിശ്വാസത്തിന്റെ പ്രത്യാശ നമുക്ക് എന്ത് ചെയ്യും? വർദ്ധിപ്പാനിടയാകും. ദൈവവചനത്തിലൂടെയുള്ള കേവലം ഭൗമികമായ നശിച്ചു പോകുന്ന ചില നന്മകളെ അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ആ ജീവന്റെ മൊഴികൾ കേൾക്കുവാൻ ശിഷ്യന്മാർ കർത്താവിനോട് ചേർന്ന് നടന്നു, പിൻഗമിച്ചു. ആ പാത പിന്തുടർന്ന പോലെ കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവർ ഞാൻ ആയിരിക്കുന്ന ഇടത്ത് കാണും. ഹല്ലേലൂയ. ഭൂമിയിൽ കർത്താവ് ആയിരിക്കുന്ന ഇടത്ത് നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലും കർത്താവ് ആയിരിക്കുന്ന ഇടത്ത് നമ്മൾ കാണും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചു വന്ന വേദഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ നിത്യ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ആത്മാവിൻ്റെ നീതീകരണം നമുക്ക് ലഭിക്കാതെ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ഏതൊരു വ്യക്തിയായിരുന്നാലും കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുമ്പോൾ ആഗ്രഹിക്കേണ്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നശിച്ചു പോകാത്ത ആത്മാവിനെ നിത്യജീവന് വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കുവാനുള്ള ആഗ്രഹമുണ്ടാകണം. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ തൻ്റെ ആത്മാവിനെ കളയും. എന്നാൽ നിത്യജീവന് വേണ്ടി തൻ്റെ ആത്മാവിനെ കണ്ടെത്തിയവൻ ഈ ലോകത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ അവൻ ഉപേക്ഷിക്കും. അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ജീവന്റെ സെക്യൂരിറ്റി നമുക്ക് എന്ത് ചെയ്യാണ്? നമുക്ക് ലഭിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അല്ലാതെ ലോകത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ച് പ്രാപിച്ച് ജീവിച്ച് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിന് നിത്യരക്ഷ കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശുദ്ധ മണ്ടത്തരമാണത്. ഗ്ലോറി ടു ഗോഡ്. സദൂക്യരുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. ദൈവമക്കൾക്കുണ്ടാകേണ്ടത് സദൂക്യരുടെ വിശ്വാസമല്ല. ഈ ലോകത്തിനപ്പുറത്തൊരു നിത്യജീവൻ ദൈവം മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? വച്ചിട്ടുണ്ട്. അത് അവകാശമാക്കുവാനുള്ള അനുഗമനമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ നിത്യജീവന്റെ വചനങ്ങൾ യേശുവിന്റെ വായിൽ നിന്ന് വന്നപ്പോൾ അപ്പം തിന്നവരെല്ലാവരും എന്ത് ചെയ്തു? സ്ഥലം വിട്ടു. ചെവിയുള്ളവരെന്ത് ചെയ്തു? അവശേഷിച്ചു. ശിഷ്യന്മാർക്ക് എന്തുണ്ട്? ചെവി. ബാക്കിയുള്ളവർക്ക് അവർ അപ്പം തിന്നാനുള്ള വായി മാത്രമേ അവർക്ക് ഉണ്ടാകും. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നുള്ള കാര്യം അന്വേഷിച്ച് വരുന്നവർ എന്ത് ചെയ്തു? ചെവിയിൽ കൂടെ കേൾക്കേണ്ടിയ വചനം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഒന്നും മനസ്സിലാവാതെ അവർ സ്ഥലം വിട്ടു. പക്ഷേ പത്രോസ് പറഞ്ഞ എന്താണ്? 5 അപ്പം വാഴ്ത്തി നുറുക്കി അനുഗ്രഹം പ്രാപിച്ച് ഇന്ന് ഭക്ഷിച്ച കാര്യമല്ല ഞങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കുന്നത്. നിത്യജീവന്റെ മൊഴികൾ നിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ആ മൊഴികൾ കേൾക്കാനാണ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നത്. കാരണം ഞങ്ങൾ ഈ കൊണ്ടു നടക്കുന്ന ഈ ഭൗമികമായ ശരീരം 70-80 വർഷം കഴിയുമ്പോൾ ഇത് ദ്രവത്വത്തിലേക്ക് എന്ത് ചെയ്യും? പക്ഷെ അകത്തിരിക്കുന്ന ജീവനോ നിത്യജീവനിൽ കടക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിത്യ നരകത്തിലേക്ക് എന്ത് ചെയ്യും? പോകും. ഗ്ലോറി ടു ഗോഡ്. ലോക മനുഷ്യനെ സംബന്ധിച്ച് ദൈവമില്ലാത്തവർ, അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ മരണപ്പെട്ടതിന് ശേഷം അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേറെ പലരുമാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ദൈവത്തെ യഥാർത്ഥത്തിൽ കണ്ടെത്തിയവൻ അവന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം ക്രിസ്തുയേശുവിൽ നിവർത്തിച്ചിരിക്കുന്നത് അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ കണ്ടു വിശ്വസിക്കണം. വിശ്വസിച്ച് തന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ പ്രാപിക്കണം. പ്രാപിക്കാത്ത പക്ഷം നിത്യതയിൽ കാണത്തില്ല. ദൈവം എൻ്റെ ചില ഭൗമികമായ നന്മകളോ അനുഗ്രഹങ്ങളോ എനിക്ക് തരുന്നു എന്നുള്ളത് കൊണ്ട് എൻ്റെ ആത്മാവ് നിത്യത കാണുമെന്ന് വിശ്വസിക്കുന്നത് ശുദ്ധ ഭോഷത്വമാണ്. ദൈവം എനിക്ക് നൽകുന്ന കാര്യങ്ങൾ ലോക മനുഷ്യനും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ഗ്ലോറി ടു ഗോഡ്. സൂര്യനെ ദൈവം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ത് ചെയ്യുന്നത്? വച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൂര്യനെ ദൈവം എല്ലാവർക്കും കൊടുക്കുന്നതിന് കൊണ്ട് എല്ലാവരും നിത്യത കാണും. മഴ ദൈവം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ത് ചെയ്യുന്നത്? ആ അനുഗ്രഹം ദൈവം എല്ലാവർക്കും കൊടുത്തിരിക്കുന്നു. എല്ലാവരും നിത്യത കാണും? കാണത്തില്ല. ഗ്ലോറി ടു ഗോഡ്. അപ്പൊ ദൈവം സൽഗുണപൂർണനാണ് എല്ലാവർക്കും.
പക്ഷെ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം തുറക്കപ്പെടണം, നമ്മുടെ ചെവികൾ തുറക്കപ്പെടണം. അവൻ്റെ ശബ്ദം നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കുവാൻ നമുക്ക് ഇടയാകണം. ശിഷ്യന്മാരും കർത്താവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയിരുന്നവനാണ് ഞങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. എന്താ? എന്തിനെയാണ് ശിഷ്യന്മാർ അന്വേഷിച്ച് നോക്കിയിരുന്നത്? നിത്യജീവനെ അന്വേഷിച്ച് ഞങ്ങൾ നോക്കിയിരുന്നു. ഞങ്ങളുടെ രക്ഷിതാവിനെ ഞങ്ങൾ നോക്കിയിരുന്നു. ഞങ്ങളുടെ മെശിഹയെ ഞങ്ങൾ നോക്കിയിരുന്നു. ഞങ്ങളുടെ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നവൻ ഇവൻ തന്നെയാണ് എന്ന് അവർ കണ്ടറിഞ്ഞു. അവൻ്റെ ശബ്ദം കേട്ടറിഞ്ഞു. ഹല്ലേലൂയ. അവനെ തൊട്ടറിഞ്ഞു. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, ക്രൂശിൽ കിടക്കുമ്പോൾ അവരുടെ കണ്ണ് എന്ത് ചെയ്തു? യേശുവിന്റെ ക്രൂശീകരണത്തിന് കണ്ട ശിഷ്യന്മാരാണ്. സ്തോത്രം. ക്രൂശീകരണത്തിന് അനന്തരം യേശുവിനെ കല്ലറയ്ക്കൽ കൊണ്ട് വയ്ക്കുന്നത് എന്ത് ചെയ്തു? അവരുടെ കണ്ണ് കണ്ടു. കർത്താവ് പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ കല്ലറയിലേക്ക് അവർ എന്ത് ചെയ്തു? ഓടിപ്പോയപ്പോൾ അവിടെ അവൻ ഇല്ല എന്ന് ദൂതന്മാരെന്ത് ചെയ്തു? പറഞ്ഞു. എന്നാൽ അന്ന് വൈകുന്നേരത്തിൽ തന്നെ ശിഷ്യന്മാർ ഇരിക്കുന്ന ഇടത്ത് കർത്താവ് എന്ത് ചെയ്തു? ഇറങ്ങി വരുമ്പോൾ ക്രൂശിക്കപ്പെട്ടവനെ കണ്ട്, അടക്കം ചെയ്തവനെ കണ്ടു, പുനരുദ്ധാനം പ്രാപിച്ചവനെയും കണ്ടു. കർത്താവ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് എന്നെ തൊട്ടു നോക്കുവിൻ എന്ന് തോമാസിനോട് പറയുമ്പോൾ കർത്താവിനെ തൊട്ടു നോക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കർത്താവിനെ കണ്ടു, അവനെ കേട്ടു. ഹല്ലേലൂയ. അവന്റെ ശബ്ദം അറിഞ്ഞു, അനുഭവിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവർ കണ്ടു, കേട്ടു, അറിഞ്ഞു. സ്തോത്രം. അവിടെ നിന്ന് ഇറക്കി കല്ലറയിൽ വയ്ക്കുമ്പോഴും അവർ കണ്ടു, കേട്ടു, അറിഞ്ഞു. മൂന്നാമത്തെ ദിവസം പുനരുദ്ധാനം പ്രാപിച്ചപ്പോഴും അവരുടെ കണ്ണ് തന്നെ കണ്ടു. ക്രൂശിക്കപ്പെട്ടവൻ തന്നെയാണ് പുനരുദ്ധാനം പ്രാപിച്ചിരിക്കുന്നതെന്ന് അവരുടെ കണ്ണ് കണ്ടു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് ആ ശബ്ദം, ആ പഴയ ശബ്ദം, മറിയേ എന്ന് വിളിക്കുമ്പോൾ മറിയ ആ ശബ്ദം തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? ക്രൂശിക്കപ്പെടുന്നതിന് മുൻപത്തെ ശബ്ദമാണ് പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷമുള്ള കർത്താവിന്റെ ശബ്ദവും. അതുകൊണ്ടാണ് മറിയ എന്ത് ചെയ്ത് തിരിച്ചറിഞ്ഞത്? റബ്ബൂനി. ഹല്ലേലൂയ. എന്റെ ഗുരുവേ, എന്റെ കർത്താവേ എന്ന് നമ്മൾ എന്ത് ചെയ്ത് തിരിച്ച് വിളിക്കുന്നത്. യേശുവിന്റെ അതേ ജീവിച്ചിരിക്കുമ്പോൾ തനിക്കുണ്ടായിരുന്ന അതേ ശബ്ദമാണ് പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷവും കർത്താവിന്റെ ശബ്ദം. അതാണ് ശിഷ്യന്മാർ പറഞ്ഞത്. ഞങ്ങൾക്കുള്ള നിത്യജീവനെ ഞങ്ങൾ മെശിഹയിൽ കണ്ടു. ഞങ്ങളുടെ രക്ഷയെ ക്രൂശിൽ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ നീതീകരണത്തെ ക്രൂശിൽ ഞങ്ങൾ കണ്ടു. അവന്റെ പുനരുദ്ധാനം, നിത്യജീവൻ ഞങ്ങൾക്കും ഉണ്ട് എന്നുള്ളതിന് തെളിവായി ക്രിസ്തു പുനരുദ്ധാനം ചെയ്തതും ഞങ്ങൾ കണ്ടു. അവനെ ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു. നിത്യജീവൻ ഞങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? പ്രത്യക്ഷമായിരിക്കുന്നു. ഈ നിത്യജീവനെ കാണാനായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടിയേ? വരേണ്ടിയത്. ഭൗമികമായ നന്മകളും അനുഗ്രഹങ്ങളുമാണ് അവർക്ക് എന്തേ ആവശ്യം. നിത്യജീവനോ? അവർ പറഞ്ഞെന്താ? ഈ നിത്യജീവൻ ഞങ്ങൾക്ക് എന്ത് ചെയ്തു? പ്രത്യക്ഷമായി. അന്ന് പ്രത്യക്ഷമാകപ്പെട്ട നിത്യജീവൻ ഈ 2000 വർഷമായിട്ടും അപ്രത്യക്ഷമായിട്ടില്ല. ദൈവം പ്രത്യക്ഷമാകപ്പെട്ടിരിക്കുന്നു. എൻ്റെ നിത്യജീവനാണ് പ്രത്യക്ഷമായിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. കർത്താവിനെ അനുഗമിക്കുന്നവർ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ചെവികളെ കർത്താവ് എന്ത് ചെയ്യണം? തുറന്നു തരാതെ നിത്യജീവന്റെ മൊഴി എന്ത് ചെയ്യത്തില്ല? കേൾക്കാൻ പറ്റത്തില്ല. കേവലം ഈ ദ്രവത്വമുള്ള ശരീരത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ കാര്യങ്ങളെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഓടിക്കോട് നടക്കും. ഓടി നടന്ന് 70-80 ആകുമ്പോൾ എന്ത് ചെയ്തു? ഈ ദ്രവത്വമുള്ള ശരീരം ആത്മാവിനെ തള്ളിക്കളഞ്ഞിട്ട് അത് ദ്രവത്വത്തിൽ പോകും. ആത്മാവിടെ പോവും. ഹല്ലേലൂയ. വിശ്വാസികൾ പറയുന്നത് എന്താണെന്നറിയോ? അതപ്പോഴല്ല, അതിപ്പോ എന്ത് ചെയ്യണം? ആ ഉറപ്പ് പ്രാപിക്കണം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടിരിക്കുന്നു എന്നല്ല. ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുനരാവർത്തിച്ച് എനിക്കും കൂടെ കിട്ടണമെന്നല്ല പൗലോസ് പറഞ്ഞത്. ഞാൻ ക്രിസ്തുവിൽ ഒരു കാര്യം കണ്ടിരിക്കുന്നു. ഒന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്, നിത്യജീവൻ. ഹല്ലേലൂയ. അത് പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല? നിരൂപിക്കുന്നില്ല. അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഓടുകയാണ്. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ താൻ വെളിപ്പെടുത്തുകയാണ്, ഞാൻ ഈ നിത്യജീവന് വേണ്ടി ഞാൻ നല്ല പോരെന്ത് ചെയ്തു? പൊരുതി. ക്രിസ്തുവിലെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ നല്ല പോരെന്ത് ചെയ്തു? പൊരുതി. ഇത് പിടിക്കാമോ എന്നുള്ള രീതിയിൽ ഞാൻ ആ ഓട്ടത്തിൽ ഞാൻ നല്ല പോരെന്ത് ചെയ്തു? പൊരുതി.
അവസാനമോ താൻ പറയുന്നതാണ്, ഇനി ജീവന്റെ കിരീടം എനിക്ക്. അപ്പൊ ആ പോർക്കളത്തിൽ പൗലോസ് നിത്യജീവൻ പ്രാപിച്ചുവോ? ഇനി ജീവന്റെ കിരീടം എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വച്ചിരിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? പിടിക്കാമോ എന്ന് വെച്ച് എന്ത് ചെയ്യുന്നു? ഓടുന്നു. ഒടുക്കത്തിൽ പറഞ്ഞ എന്താണ്? ആ ജീവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? വച്ചിരിക്കുന്നു. ഞാൻ അത് അവകാശമാക്കാൻ പോയി. നിങ്ങൾക്കും അതെന്ത് ചെയ്യാൻ പറ്റും? അവകാശമാക്കാൻ കഴിയും. അതുകൊണ്ട് അത് അവകാശമാക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എന്ത് ചെയ്യുവിൻ? ഓടുവിൻ. ഹല്ലേലൂയ. ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു. ഏദൻ തോട്ടത്തിലെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു. സകല മനുഷ്യരെന്ന് പറയുമ്പോൾ നമുക്കും ആ ശിക്ഷാവിധി എന്ത് ചെയ്തു? വന്നതാണ്. പക്ഷെ യേശുക്രിസ്തുവിലൂടെ ആ ശിക്ഷാവിധി നമ്മിൽ നിന്ന് എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ശിക്ഷാവിധി ഇല്ല. 8-ാമത്തെ അധ്യായത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ശിക്ഷാവിധിയിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഏകന്റെ അനുസരണക്കേടിനാൽ അല്ലെങ്കിൽ ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. സകല മനുഷ്യർക്കും ജീവകാരണമായ, എന്ത് ജീവകാരണമായ? നിത്യജീവന് കാരണമായ നീതീകരണം. ഏകന്റെ അനുസരണക്കേട്, ഏദൻ തോട്ടത്തിലെ ഏകന്റെ അനുസരണക്കേട്. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പറയുന്നു ഏകൻ എന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ഏകന്റെ അനുസരണം. ഏദൻ തോട്ടത്തിൽ നീ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ കാര്യത്തെ എന്ത് ചെയ്തു? ഭക്ഷിച്ചു. പക്ഷേ ക്രിസ്തു എന്ന ഏകൻ നിമിത്തം നീതീകരിക്കപ്പെടുമ്പോൾ ക്രിസ്തു ഒരു കാര്യത്തെ അനുസരിച്ചു എന്നുള്ളതാണ്. ന്യായപ്രമാണത്തെ മുഴുവനും എന്ത് ചെയ്തു? അനുസരിച്ചു. ഏദൻ തോട്ടത്തിലെ മനുഷ്യന് തിന്നരുത് എന്ന് പറഞ്ഞ കാര്യം അവന് തിന്നാതിരിക്കാൻ എന്ത് ചെയ്തില്ല? കഴിയാതെ അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം അവനെ വീണ്ടും വീണ്ടെടുക്കുവാൻ ന്യായപ്രമാണം എന്ത് ചെയ്തു? കൊടുത്തു. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ എന്ത് ചെയ്യും? ജീവിക്കും. പ്രിയമുള്ളവരെ, ന്യായപ്രമാണം ദൈവം കൊടുക്കുമ്പോൾ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടിയ കാര്യമാണ് ദൈവം ന്യായപ്രമാണത്തിലൂടെ എന്ത് ചെയ്ത് കൊടുത്തത്. അല്ല ലോകത്തിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടേണ്ടിയുള്ള കാര്യമല്ല. രണ്ട് കാര്യമേ ന്യായപ്രമാണത്തിൽ ദൈവം കാണിക്കുന്നുള്ളൂ. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. അവൻ എവിടെ മരിച്ചു? ഏദൻ തോട്ടത്തിൽ മരിച്ചവനെയാണ്. ദൈവത്തിൽ നിന്ന് വേർപെട്ട മരണം, അതാണ് ആത്മമരണം, സ്പിരിച്വൽ ഡെത്ത്. ആത്മീയ മരണത്തിൽ പോയ മനുഷ്യൻ വീണ്ടും ജീവിക്കണമെങ്കിൽ പ്രമാണം എന്ത് ചെയ്യണം? അനുസരിക്കണം. മനുഷ്യനത് പറ്റിയോ? പറ്റിയില്ല. യഹൂദന് മാത്രമേ പ്രമാണം എന്ത് ചെയ്തുള്ളൂ? കൊടുത്തുള്ളൂ. പുറം ജാതിക്കാർക്കായിട്ടുള്ള ഒരു മനുഷ്യനും ദൈവത്തിന്റെ ന്യായപ്രമാണം എന്ത് ചെയ്തിരുന്നില്ല? കൊടുത്തിരുന്നില്ല. കിട്ടാത്തവൻ പിന്നെ എങ്ങനെ അനുസരിക്കും? ഹല്ലേലൂയ. അപ്പൊ കിട്ടിയവൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല? അനുസരിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവനായിട്ട് എന്ത് ചെയ്തത്? ജനിച്ചത്. കീഴുള്ളവൻ മരണത്തെ അതിജീവിക്കണമെങ്കിൽ ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തേ പറ്റൂ? അനുസരിച്ചാലേ അതിജീവിക്കാൻ പറ്റൂ. യേശുവിന്റെ ശരീരവും ദാവീദിന്റെ കുലത്തിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ജനിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ദാവീദിന് എന്തുണ്ട്? മരണമുണ്ട്. മരണമുള്ള കുലത്തിൽ നിന്ന് തന്നെ യേശു എന്ത് ചെയ്ത് ഈ ലോകത്തിൽ വന്നത്. പാപമുള്ള ശരീരത്തിൽ തന്നെയാണ് യേശു എന്ത് ചെയ്ത് ഈ ലോകത്തിൽ വന്നത്. പക്ഷേ അവൻ പാപം ചെയ്തില്ല, അവൻ പാപം അറിഞ്ഞില്ല, അവനിൽ പാപമില്ല. കാരണം ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് ആ ശരീരം എന്ത് ചെയ്തു? അനുസരിച്ചു. അങ്ങനെ ഒരു ശരീരം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യേശുവിന്റെ ശരീരം മാത്രമാണ്. അതുകൊണ്ടാണ് ന്യായപ്രമാണം പ്രമാണിക്കുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം യേശുവിന്റെ ശരീരം 3-ാമത്തെ ദിവസം എന്ത് ചെയ്ത് പുനരുദ്ധാനം പ്രാപിച്ചത്. അപ്പോൾ ഏകന്റെ അനുസരണക്കേടിൽ ദൈവത്തിൽ നിന്ന് വേർപെടുന്ന മരണം, സ്പിരിച്വൽ ഡെത്ത്, ആത്മീയ മരണം ആദാ നിമിത്തം സകല മനുഷ്യരിലും എന്തിരിക്കുകയാണ്? പരന്നിരിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന ഏകന്റെ അനുസരണത്താൽ അത് വിശ്വസിക്കുന്ന നമുക്ക് വ്യാപരിക്കുന്ന എന്താണ്? നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുന്ന ജീവൻ വ്യാപരിക്കുകയാണ്. അങ്ങനെയാണ് വീണ്ടും ജനനം എന്ത് ചെയ്യേണ്ടത്? പ്രാപിക്കേണ്ടത്. ഗ്ലോറി ടു ഗോഡ്. ഏകന്റെ അനുസരണത്താൽ സകല മനുഷ്യർക്കും നീതീകരണം എന്ത് ചെയ്തിരിക്കുന്നു? വന്നിരിക്കുന്നു. 18-ാം വാക്യം 6:5-18
റോമർ 5:18. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി. എങ്ങോട്ടുള്ള ശിക്ഷാവിധി? നിത്യ നരകം എന്നുള്ള ശിക്ഷാവിധി വന്നതുപോലെ ഏകന്റെ നീതിയാൽ സകല മനുഷ്യർക്കും നിത്യജീവന് കാരണമായ നീതീകരണവും വന്നു. അപ്പോൾ അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടിയേ? വിശ്വസിക്കാൻ. വിശ്വാസത്താൽ നമുക്ക് ലഭിക്കേണ്ടിയ നശിച്ചു പോകാത്ത അനുഗ്രഹങ്ങളുണ്ട്, നശിച്ചു പോകുന്നതുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ലഭിക്കുന്ന ലോകപരമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്യും? വിട്ടിട്ട് പോകും. പക്ഷേ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നശിച്ചു പോകാത്ത അനുഗ്രഹം എന്താണ്? രക്ഷ, ആത്മാവിന്റെ രക്ഷ. അത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അത് വിശ്വസിക്കാനാണ് നമ്മളെ പ്രാക്ടീസ് ചെയ്യാൻ. നീതീകരണം നശിച്ചു പോകുമോ? നീതീകരണം പ്രാപിച്ച നിത്യജീവനിൽ കാണും. വീണ്ടെടുപ്പ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലോ ഈ ദ്രവത്വമുള്ള ശരീരം തന്നെ എന്ത് ചെയ്യും? അദ്രവത്വത്തിലേക്ക് ഉയർപ്പ് പ്രാപിക്കും. ഹല്ലേലൂയ. അതാണ് വചനത്തിൽ പറയുന്നത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ ഓർക്കണം, നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ടാണ് നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ജീവിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഉയർപ്പിന്റെ ശക്തി ജീവിച്ചിരിക്കുന്ന നമുക്ക് പ്രാപിക്കാൻ കഴിയും അഡ്വാൻസ് ആയിട്ട്. ഹല്ലേലൂയ. എൻ്റെ ശരീരത്തെ തേജസ്കരണത്തിലേക്ക് നയിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ വിശ്വാസത്താൽ നശിച്ചു പോകുന്ന കാര്യങ്ങളെ പ്രാപിക്കാനായിരിക്കരുത് വിശ്വാസികൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ വരേണ്ടിയത്. നശിച്ചു പോകാത്ത അവകാശങ്ങൾ വിശ്വാസത്താൽ പ്രാപിക്കാനായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ. ഇത് ഒത്തിരി ആൾക്കാർക്ക് എന്ത് ചെയ്യത്തില്ല, ഇതറിയത്തില്ല. അവരെന്ത് ചെയ്യുന്നു? താൽക്കാലികമായ ആവശ്യങ്ങൾ, അന്നന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം? പരിഹരിക്കപ്പെടണം. പിന്നെ അവർ ദൈവസന്നിധി എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. കേവലം ഒരു കടയിൽ പോയി എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് പലരും ദൈവസന്നിധി എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഗ്ലോറി ടു ഗോഡ്. അതാ പറഞ്ഞേ, എന്തെങ്കിലും ഒരു നന്മയോ അനുഗ്രഹങ്ങളോ കിട്ടുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇളക്കപ്പെരുപ്പത്തിലെ ആരാധനയല്ല ഒരു വ്യക്തിയെ നിത്യജീവനിലേക്ക് എത്തിക്കുന്നത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവനെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് രക്ഷയെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും ശുദ്ധീകരണത്തെക്കുറിച്ചും വീണ്ടെടുപ്പിനെ കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചും ഹല്ലേലൂയ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശമാക്കുവാൻ അവനെ തന്നെ ഡിസിപ്ലിൻ ചെയ്യണം. ഡിസിപ്ലിൻ ചെയ്യുന്നത് ലോങ് ലൈഫാണ്. അത് ബഹുദൂരം എന്ത് ചെയ്യാൻ പറ്റും? യാത്ര ചെയ്യാൻ പറ്റും. ഇളക്കപ്പെരുപ്പം അത് അപ്പം തന്നെ കിട്ടും. ഹല്ലേലൂയ. ഇളക്കപ്പെരുപ്പത്തിനല്ല ദൈവമക്കളായിരിക്കാൻ അവരുടെ ജീവിതം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ, കാലഘട്ടം കഴിയുമ്പോൾ അവന്റെ യാത്ര നിത്യതയിലേക്ക് അടുത്ത് ചെല്ലുകയാണ്. ദൈവവചനത്തിൽ പറയുന്ന പോലെ കർത്താവിന്റെ കാല് എവിടെ? വാതിൽക്കൽ എന്ന് പറയുമ്പോൾ തിരിച്ചു ചിന്തിക്കാൻ കഴിയണം. നിന്റെ കാല് എവിടെ ആയിരിക്കുന്നു? ആ വാതിൽക്കൽ തന്നെയാണ് നിന്റെ കാലും ആയിരിക്കുന്നതെങ്കിൽ കർത്താവിന്റെ വരവിൽ നീ എടുക്കപ്പെടും. കർത്താവിന്റെ വരവ് വാതിൽക്കൽ എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ നിന്റെ കാലം എവിടെ ആയിരിക്കും? ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് ഇന്നാണെങ്കിൽ നിന്റെ കാലം എവിടെ ആയിരിക്കും? ഗ്ലോറി ടു ഗോഡ്. ആ വാതിൽക്കലാണ് നീയും ആയിരിക്കുന്നതെങ്കിൽ നീ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഗ്ലോറി ടു ഗോഡ്. അതിന് വേണം നമ്മൾ കർത്താവിന്റെ വചനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മെ തന്നെ ക്രമപ്പെടുത്താൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? ആ പ്രമാണത്തെ എന്ത് ചെയ്തു? അനുസരിച്ച് നീതീകരണം നമുക്ക് നൽകുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ, ആ വിശ്വാസത്താൽ നമുക്കും നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യും? നമുക്കും കഴിയും. 20ാമത്തെ വാക്യത്തിൽ, എന്നാൽ ലംഘനം പെരുകേണ്ടുന്നതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. ഈ ലംഘനം പെരുകേണ്ടുന്നതിനെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലംഘനം എന്താണെന്ന് അറിയാൻ, ലംഘനം എന്താണെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? ന്യായപ്രമാണം നമ്മൾ അറിയണം. കാരണം എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യം അറിയാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യണം? അറിയണം. അപ്പോ ഏകന്റെ അനുസരണത്താൽ നീതീകരണപ്പെട്ടു എങ്കിലും ലംഘനം നമ്മൾ എന്ത് ചെയ്യണം? അറിയണം.
ആ അറിയേണ്ടുന്നതിന് ന്യായപ്രമാണം എന്ത് ചെയ്തു? ഇടയിൽ ചേർന്ന് വന്നു. നീതീകരണം വിശ്വാസത്താലാണ്, രക്ഷ വിശ്വാസത്താലാണ്, വീണ്ടെടുപ്പ് വിശ്വാസത്താലാണ്. പക്ഷേ ദൈവത്തിന്റെ ന്യായപ്രമാണം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. പുതിയ നിയമ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ പ്രമാണം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ലംഘനം പെരുകേണ്ടുന്നതിനെന്ന് പറഞ്ഞാൽ ലംഘനം കൂടുതൽ ചെയ്യേണ്ടുന്നതിനെന്നാണ് അർത്ഥം. ലംഘനങ്ങൾ എന്താണ് എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടുന്നതിന് ന്യായപ്രമാണവും ഈ വിശ്വാസത്തോട് ചേർന്ന് തന്നെ എന്ത് ചെയ്തു? ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഈ ന്യായപ്രമാണം പുതിയ നിയമ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം ഇപ്പൊ എവിടെ ഇരിക്കുന്നു? പുറത്താണോ അകത്താണോ? ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം കല്ലിൽ എഴുതി കൊടുത്തത് പുറത്താണ്. പുതിയ നിയമസഭയിൽ വരുമ്പോൾ എഴുതപ്പെട്ടത് എവിടെയാണ്? അകത്താണ്. വിശ്വാസത്താൽ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു, വിശ്വാസത്താൽ നീതീകരണം എന്ത് ചെയ്തു? പ്രാപിച്ചു. നിത്യജീവന അവകാശം നമ്മൾ എന്ത് ചെയ്തു? പ്രാപിച്ചു. പക്ഷേ ലംഘനം എന്താണെന്നുള്ള കാര്യം ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തിൽ നിന്ന് എന്നെ വെളിപ്പെടുത്തുന്നു. അതാണ് പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധ്യം തരും. ആ ബോധ്യം തരിക മാത്രമല്ല, പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളിടത്ത് അതിനെ അതിജീവിപ്പാനുള്ള കൃപയും അത്യന്തം വർദ്ധിച്ചു എന്നാണ്. ഹല്ലേലൂയ. കൃപയില്ലെങ്കിൽ പാപത്തിൽ എന്ത് ചെയ്യും? ബോധ്യമുണ്ടെങ്കിലും വീഴും. അപ്പൊ കൃപ എന്തിനാണ് തരുന്നത്? ഇവിടെ വായിക്കുന്ന വചനാടിസ്ഥാനത്തിൽ കൃപ എന്തിനാ തരുന്നത്? ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പാപത്തെ അതിജീവിപ്പാനുള്ള കൃപ. ലംഘനം പെരുകേണ്ടതിന്, കണ്ടോ, ലംഘനം പെരുകേണ്ടുന്ന, ലംഘനങ്ങൾ എന്താണെന്ന് തിരിച്ചറിയേണ്ടുന്നതിന്. ഇന്ന് ന്യായപ്രമാണ പുസ്തകം വായിക്കുന്നത് ലംഘനം തിരിച്ചറിയേണ്ടുന്നതിനാണ് ആൾക്കാർ വായിക്കുന്നത്. പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, ഞാൻ നിന്നെ ഉയർത്തും, അടിയിൽ വരയിട്ട് അപ്പുറം പൊത്തുപോകും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അതും വരയിട്ടിട്ടുണ്ട്. ഞാൻ നിന്നെ ഉയർത്തും, അവിടെ വരയിട്ടിട്ടുണ്ട്. ലംഘനങ്ങൾ എന്താണെന്ന് അറിയാനാണോ പ്രമാണം എടുത്ത് നോക്കണേ? അപ്പോൾ ലംഘനം എന്താണെന്ന് തിരിച്ചറിയേണ്ടുന്നതിനാണ് ഇടയിൽ കയറി വന്ന. വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, വിശ്വാസത്താലുള്ള രക്ഷയും നീതീകരണവും പ്രാപിച്ചുണ്ടെങ്കിലും പ്രമാണത്തെ ഹൃദയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മ വേണ്ടിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ആ എഴുതിയിരിക്കുന്നതിലൂടെ ലംഘനങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്തു? ബോധ്യമുണ്ടായി. ആ ബോധ്യമുണ്ടായപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? കൃപയെ തരുന്നു. എന്തിനു വേണ്ടി? അനുസരിപ്പാൻ. അപ്പോൾ പുതിയ നിയമത്തിൽ അനുസരണം ബാധകമല്ലേ? വിശ്വാസം മാത്രം കൊണ്ട് നിത്യജീവനിൽ പോകാൻ പറ്റുമോ? അനുസരിക്കേണ്ടുന്നതിനുള്ള കൃപ കൂടി ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം, അനുഭവിക്കണം, അനുസരിക്കണം. ഏകന്റെ അനുസരണത്താൽ നമുക്ക് നീതീകരണം എന്ത് ചെയ്തു? ലഭിച്ചു. പക്ഷെ നമ്മൾ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന പ്രമാണം മാറിയിട്ടുണ്ടോ? ഇല്ല. പഴയ നിയമത്തിൽ അനുസരിക്കാൻ എന്തില്ല? കൃപയില്ല. കാരണം മോശ ന്യായപ്രമാണം മാത്രമേ കൊണ്ടുവന്നുള്ളൂ. യേശു വന്നതോ കൃപയും സത്യവും കൊണ്ടുവന്നു. എന്നുവെച്ചാൽ സത്യവചനത്തെ അനുസരിക്കാൻ ആവശ്യമായ കൃപയും കൂടെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ആ കൃപയിൽ നിന്ന് കൃപമേൽ കൃപ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? തരുമ്പോൾ സ്തോത്രം. ലംഘനം പെരുകേണ്ടുന്നതിന് ന്യായപ്രമാണവും ഇടയിൽ എന്ത് ചെയ്തു? ചേർന്ന് വന്നുവെങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ എന്ത് ചെയ്തു? അത്യന്തം വർദ്ധിച്ചു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? പാപത്തെ അതിജീവിപ്പാനുള്ള കൃപ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളിൽ അത്യന്തം ഒരു വർധനവുണ്ടാവും. എന്തിനു വേണ്ടി? വിശുദ്ധി പ്രാപിപ്പാൻ. എന്തിനു വേണ്ടി? നീതീകരണത്തിന്റെ പൂർത്തീകരണമായ നിത്യജീവൻ അവകാശമാക്കുവാൻ. നിത്യജീവൻ കിട്ടട്ടെ എന്നൊരു പാസ്റ്റർ എഴുതുന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? പ്രസംഗിക്കുകയാണ്. നിത്യജീവൻ കിട്ടിയിരിക്കുന്നു എന്ന് വിശ്വാസി എന്തെന്നു വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നിത്യജീവൻ ഒരാൾക്ക് കിട്ടുന്നതെങ്കിൽ എന്ത് എളുപ്പം. ഇപ്പൊ ഒരു രോഗിക്ക് സംബന്ധിച്ചിടത്തോളം രോഗം എന്ത് ചെയ്യട്ടെ? യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സൗഖ്യമാവില്ലേ? ആവും. പക്ഷെ യേശുവിന്റെ നാമത്തിൽ നിത്യജീവൻ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ? കിട്ടത്തില്ല. ഇതേ സെയിം സബ്ജക്റ്റ് നമ്മൾ ഏകദേശം 25 മണിക്കൂറായിട്ട് എന്ത് ചെയ്യണം? ഈ ഒരൊറ്റ സബ്ജക്റ്റ് നമ്മൾ നിൽക്കുകയാണ്. നിത്യജീവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകത്തില്ല. സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്. ഒരു നിമിഷം കൊണ്ട് കിട്ടത്തില്ല. അത് ബഹുദൂരം നമ്മൾ എന്ത് ചെയ്യാണ്ട്? വിശ്വാസത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. കാരണം ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ചുരുങ്ങിയ ആയുസ് കൊണ്ട് സർവ്വലോകവും നേടുവാൻ കഴിയും.
ഈ അടുത്ത ദിവസത്തിൽ ഒരു വാർത്ത ഞാനിങ്ങനെ കേട്ടു. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഒരായുസിൽ അദ്ദേഹം സമ്പാദിച്ചിരിക്കുന്ന സമ്പാദ്യം ഒരു ദിവസം 8 കോടി രൂപ വെച്ച് ചെലവാക്കിയാൽ 630 വർഷമാകുമ്പോഴേ അത് തീരത്തുള്ളൂ. 630 വർഷം ഒരു മനുഷ്യന് ആയുസുണ്ടോ? ഇല്ല. അപ്പോൾ സർവ്വലോകം ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അതിനർത്ഥം ലോകത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഇൻപങ്ങളും ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? നേടാൻ പറ്റും. പക്ഷെ അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്താൽ ചില അത്ഭുതങ്ങളോ അടയാളങ്ങളോ നന്മകളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ഉണ്ടാകും. പക്ഷേ നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാപിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഗ്ലോറി. നിത്യജീവൻ ഇപ്പോൾ എന്ത് ചെയ്യട്ടെ, ഉണ്ടാകട്ടെ എന്നൊരാൾ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകുന്ന കാര്യമല്ല. അത് ഹല്ലേലൂയ പാറയിൽ പണിയുന്ന കാര്യമാണ്. ഗ്ലോറി ടു ഗോഡ്. അടിച്ചു പൊട്ടിച്ച് തന്നെ എന്ത് ചെയ്യണം? പണിയണം. ഹല്ലേലൂയ. ഒരു മനുഷ്യനിൽ നിത്യജീവൻ, ഒന്നിന്റെ വിലയെ കർത്താവ് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി. ഒരാത്മാവ് സർവ്വലോകത്തെക്കാൾ വിലയേറിയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ന്യായപ്രമാണം എന്ത് ചെയ്തു? ഇടയിൽ കയറി വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അതിജീവിപ്പാനുള്ള കൃപയുടെ വർധനവ്, വിശ്വാസത്താൽ രക്ഷയും വിശ്വാസത്താൽ നീതീകരണവും ലഭിച്ചവന് ലഭിക്കുന്ന കൃപ എന്താണെന്നറിയോ? പാപത്തെ അതിജീവിപ്പാനുള്ള കൃപ. മനസ്സിലായോ? ഈ കൃപ എന്താണ്? പാപത്തെ അതിജീവിപ്പാനുള്ള കൃപയാണ്. സ്വതന്ത്രം. രാവിലെ എഴുച്ച് ദോശ ഉണ്ടാക്കി ചമ്മന്തി അരയ്ക്കാനായിട്ട് തേങ്ങയില്ല. അന്നേരം കൊണ്ടൊരു തേങ്ങ എന്ത് ചെയ്തു? മേളിൽ നിന്ന് വീഴുന്ന ഉടനെ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ കൃപ. തെങ്ങിയിരിക്കണ തേങ്ങ ഉണങ്ങിയാൽ എന്ത് ചെയ്യും? താഴെ വീഴും. അത് കർത്താവിന്റെ കൃപയല്ല. വിശ്വാസത്താൽ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ച്, വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച്, നിത്യജീവൻ അവകാശമാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കളിൽ, ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ന്യായപ്രമാണത്തിന്റെ ലംഘനങ്ങൾ, അതിന്റെ പെരുക്കം, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ അവൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഓരോന്നോരോന്നായി അതിജീവിപ്പാനുള്ള കൃപ അവൻ പ്രാപിച്ച് അതിനെ അതിജീവിച്ച് അവൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ പാദം പിന്തുടരുന്ന ശിഷ്യന്മാരുടെ ഗണത്തിൽ അവൻ വരികയാണ്. അവനായിരിക്കുന്ന ഇടത്തിലേക്ക് തന്നെ അവൻ പോകും. അവൻ ഇരിക്കുന്ന ഇടം തന്നെ അവന് താല്പര്യമുണ്ടാകും. അവൻ ഇവിടെ ആയിരിക്കുന്ന ഇടം അവൻ അന്വേഷിച്ച് കണ്ടെത്തിയാൽ അവൻ നിത്യതയിലായിരിക്കുന്ന ഇടത്തിൽ അവൻ എത്തിച്ചേരും. അതിനാവശ്യമായ കൃപയാണ് ഒരു വിശ്വാസിക്ക് ആവശ്യം. ഇന്ന് ഒത്തിരി വിശ്വാസികൾ കർത്താവിനെ തെങ്ങിൽ വരെ എന്ത് ചെയ്യാണ്? കയറ്റുക. ഒരു തേങ്ങ ഇട്ട് കൊടുത്താൽ ദൈവത്തിന്റെ കൃപ. എന്തോ ഒരു അവസ്ഥയിലോട്ട് വിശ്വാസഗണം എന്ത് ചെയ്തു? കേൾക്കാൻ താല്പര്യമില്ല. പ്രാപിക്കാം, ഇനിയും പ്രാപിക്കാം. ഗ്ലോറി ടു ഗോഡ്. ഞാൻ കർത്താവ് ചെവികളെ തുറക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം. ഹല്ലേലൂയ. 21-ാമത്തെ വാക്യത്തിൽ പാപം മരണത്താൽ വാണതുപോലെ കഴിഞ്ഞ നാളുകളിൽ പാപം എൻ്റെ ആത്മാവിൻ്റെ മകളിൽ നിത്യമായ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഈ പാപം മരണത്താൽ എൻ്റെ മകളിൽ പിശാച് എന്ത് ചെയ്യുന്നു? ഒരു വാഴ്ച നടത്തിയിരുന്നു. അതെന്താണെന്ന് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദുരന്തം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ പാപം എൻ്റെ മകളിൽ വാണിരുന്നെങ്കിൽ, എനിക്കിപ്പോ എൻ്റെ ആഗ്രഹം എന്താണ്? ആ പാപത്തിന്റെ മകളിൽ എനിക്ക് എന്ത് ചെയ്യണം? വാഴണം. ഗ്ലോറി ടു ഗോഡ്. അത് ആര് നിമിത്തം സാധ്യമാണ്? യേശുക്രിസ്തു നിമിത്തം സാധ്യമാണ്. അവൻ നമുക്ക് നൽകുന്ന കൃപ നിമിത്തം സാധ്യമാണ്. അങ്ങനെ പാപത്തിന്റെ മകളിൽ വാഴുവാനുള്ള കൃപ പ്രാപിക്കാനായിരിക്കണം ദൈവത്തിന്റെ മക്കൾ ദൈവസന്നിധിയിൽ വരാൻ. കാരണം അവൻ വിശുദ്ധനായ ദൈവമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ പാപത്തിന് മുകളിൽ ദൈവം നൽകുന്ന കൃപയിൽ നിത്യജീവന് വേണ്ടി വാഴാനാണ് ദൈവം നമുക്ക് എന്ത് തരുന്നത്? കൃപ തരുന്നത്. ഈ കൃപയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ എന്തെങ്കിലും കേവലം ഭൗമികമായ ഒരു ആവശ്യം കൊണ്ടൊരു വിശ്വാസി വരുമ്പോഴത്തേക്ക് കർത്താവേ കൃപ വ്യാപരിക്കട്ടെ, ആ വിഷയത്തിനൊരു സൊല്യൂഷൻ പെട്ടെന്ന് എന്ത് ചെയ്യണമേ? കൊടുക്കണമേ. അത് ചിലപ്പോൾ ദൈവം വച്ചിരിക്കണം. എന്താണെന്നറിയോ? നീ ഗുണപ്പെട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവം എന്തിരിക്കണം? വച്ചിരിക്കണം. അതൊരു ശൂലമായിട്ട് ദൈവം എന്തിരിക്കുകയാണ്? വച്ചിരിക്കുകയാണ്. നീ അധികമായി നിഗളിച്ചു പോകാതിരിപ്പാനോ, നീ ദൈവകൃപയിൽ നിന്ന് വീണു പോകാതിരിപ്പാനോ ദൈവം ചില കാര്യം എന്ത് ചെയ്യുന്നു? അനുവദിക്കുന്നു. ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യത്തെ ശുശ്രൂഷക്കാരൻ പറയുന്നു, മാറിപ്പോട്ടെ. ഹല്ലേലൂയ.
ഗ്ലോറി ടു ഗോഡ്. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഹല്ലേലൂയ നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഗ്ലോറി ടു ഗോഡ്. പാപം മനുഷ്യന്റെ മേൽ വാണുവെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന കൃപ നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യജീവന് വേണ്ടി നാം ഒരുക്കപ്പെടുകയാണ്. ആ കൃപ നമ്മുടെ മേൽ പകരപ്പെടും. നമ്മൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. ഗ്ലോറി ടു ഗോഡ്. എന്ത് ചെയ്യരുത് എന്ന് ആത്മാവ് വിലക്കുമ്പോൾ അത് ചെയ്യാതിരിക്കാനുള്ള കൃപയാണ് ദൈവം നമുക്ക് നൽകുന്നത്. വഴി ഇതാകുന്നു, ഇതിലേക്ക് പൊയ്ക്കൊള്ളുക. ഇതുവരെയും സ്വന്തം വഴിയായിരുന്നുവെങ്കിൽ അത് നാശത്തിന്റെ വഴിയാണ്. ഇനി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന വഴി അത് ഇതാകുന്നു. ജീവന്റെ മാർഗം ഇതാകുന്നു, ജീവന്റെ വഴി ഇതാകുന്നു. ഇതിലെ നടന്നുകൊള്ളുക. ഹല്ലേലൂയ. അതിലെ നടക്കുവാൻ തക്കവണ്ണം തടസ്സമായിരിക്കുന്ന എന്തോ ഒരു വിഷയത്തെയും അതിജീവിപ്പാൻ ആവശ്യമായിരിക്കുന്ന കൃപ മേൽ കൃപ കർത്താവ് അവനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പകരുമ്പോൾ അത് പ്രാപിക്കുന്നവരാണ് ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ സൗരഭ്യവാസന നമ്മിൽ നിന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആ പ്രത്യാശ കൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതങ്ങൾ എന്ത് ചെയ്യട്ടെ? അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നമ്മുടെ ആത്മാവിൻ്റെ ഒരു നങ്കൂരമായിരിക്കട്ടെ. അത് നമ്മുടെ ആത്മാവിന് നിത്യമായ രക്ഷയിലേക്ക്, ആ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നേക്കുമായി ചേർക്കപ്പെടുന്ന പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ധാരാളമായിട്ട് എന്ത് ചെയ്യട്ടെ? തരട്ടെ. എല്ലാ സ്തുതി സ്തോത്രങ്ങൾ, എല്ലാ പുകഴ്ചയും മഹത്വവും ഘനവും കർത്താവിന് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.